നമ്മുടെ വൃക്കകളാണിത്. വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാനുള്ള ഒരു ഫലപ്രദമായ ഒരു ടെസ്റ്റാണ് GFR എന്ന് പറയുന്നത്. എന്താണ് ഈ GFR? 1 മിനിറ്റിൽ എത്ര മില്ലി ചോരയാണ് വൃക്കകൾ അരിക്കുന്നത് എന്ന കണക്കാണ്. നോർമൽ എന്ന് പറയുന്നത് 1 മിനിറ്റിൽ 90 മുതൽ 125 മില്ലിയാണ്. നമുക്കൊരു ആവറേജ് 115 മില്ലി എന്നെടുക്കാം. 1 മിനിറ്റിൽ 115 മില്ലി ചോര അരിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറിൽ 6.9 ലിറ്റർ ചോര അരിക്കപ്പെടുന്നു. 24 മണിക്കൂർ ആകുമ്പോഴേക്കും അത് 166 ലിറ്റർ ആയിട്ട് മാറുന്നു. അതായത് ഒരു ദിവസത്തിൽ 160 മുതൽ 180 ലിറ്റർ ചോരയാണ് അരിച്ചു മാറ്റുന്നത്. നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ ചോരയുണ്ട്. അതായത് മുഴുവൻ ചോരയും ഒരു ദിവസത്തിൽ 36 തവണ വൃത്തിയാക്കപ്പെടുന്നു. ഒരു ദിവസത്തിൽ 36 തവണ വൃത്തിയാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരാഴ്ച 252 തവണയാണ് വൃത്തിയാക്കപ്പെടുന്നത്. ഈ കണക്കൊന്ന് ഓർത്തിരിക്കണേ. ഇനി ഒരു വ്യക്തി ഡയാലിസിസിന് വിധേയമാകുന്നു എന്ന് കരുതുക. ഒരു സെഷൻ ഏകദേശം 5 മണിക്കൂറാണ്. 5 മണിക്കൂറിൽ 18 തവണയാണ് മുഴുവൻ ചോരയും വൃത്തിയാകുന്നത്. ഒരാഴ്ചയിൽ 3 സെഷൻ ഉണ്ടാവും. അതായത് 18 × 3 54. നോർമൽ കിഡ്നീസ് ഒരാഴ്ചയിൽ 252 തവണ മുഴുവൻ ചോരയും വൃത്തിയാക്കുമ്പോൾ ഡയാലിസിസ് വഴി വെറും 54 തവണ മാത്രമേ വൃത്തിയാകുന്നുള്ളൂ. ഈ കണക്ക് ഞാൻ പറയാൻ കാരണം നമ്മുടെ ശരീര അവയവങ്ങൾക്ക് പകരമാവില്ല ഒന്നും. വൃക്കകൾ ഡയാലിസിസ് എന്ന ഗതികേടിലേക്ക് എത്താനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രമേഹമാണ്. അതുള്ളവർ അത് നിയന്ത്രിക്കുക, ഇല്ലാത്തവർ വരാതെ നോക്കുക.